മനുഷ്യൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി എന്ന വിഷയമാണ്. എ മാൻ ഇഫ് ഇൻ ക്രൈസ്റ്റ് എ ന്യൂ ക്രീച്ചർ. മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അതിന് ആധാരമായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 Corinthians chapter 5 verse 17 and 18. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 18-ാമത്തെ വാക്യം: അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് ദൈവത്തോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇംഗ്ലീഷിലൂടെ ഞാൻ ഒന്ന് വായിക്കട്ടെ. Therefore, if any man be in Christ, he is a new creature. All things are passed away. Behold, all things are become new. And all things are of God, who hath reconciled us to himself by Jesus Christ, and hath given to us the ministry of reconciliation. ഏത് മനുഷ്യനും ആയിരിക്കുവാൻ കഴിയുന്ന 2 അവസ്ഥയെ പറ്റിയാണ് ഈ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യനെ നോക്കിയാലും ആ മനുഷ്യരൊക്കെയും ഏതെങ്കിലും ഈ പറയപ്പെടുന്ന 2 അവസ്ഥയിൽ ആയിരിക്കാം. ഒന്നുകിൽ ആ ഒരു മനുഷ്യൻ ക്രിസ്തുവിലായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെയുള്ള അവസ്ഥ. ഏതൊരു മനുഷ്യനെയും എടുത്താൽ ആ മനുഷ്യൻ ക്രിസ്തുവിലായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെ ഉള്ള അവസ്ഥ. ക്രിസ്തുവിലായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ടറിയാം, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിച്ചവരെയാണ് ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഒരു വ്യക്തി ഒരുപക്ഷെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അദ്ദേഹം ക്രിസ്തുവിലായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്തു അല്ലാത്ത അവസ്ഥയിൽ ആയിരിക്കാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അതിൽ ഒരു അവസ്ഥയുടെ ഭാഗ്യകരമായ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ഇഫ് എ മാൻ ഈസ് ഇൻ ക്രൈസ്റ്റ്, മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അത് ചിന്തിക്കുന്നതിന് മുൻപേ ക്രിസ്തുവിൽ അല്ലാത്ത അവസ്ഥ, ക്രിസ്തുവിൽ അല്ലാത്ത ഔട്ട്സൈഡ് ക്രൈസ്റ്റ്, ഒരുത്തൻ ക്രിസ്തുവിൽ അല്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് ചിന്തിച്ചതിന് ശേഷം ക്രിസ്തുവിൽ ആയാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. ക്രിസ്തുവിൽ അല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ, വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്ത അവസ്ഥ. ക്രിസ്തുവിൽ അല്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്ത ഏതൊരു മനുഷ്യന്റെയും അവസ്ഥ അത് ക്രിസ്തു ഇല്ലാത്ത അവസ്ഥ, ക്രിസ്തുവിൽ അല്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നു. ഔട്ട്സൈഡ് ക്രൈസ്റ്റ്. നമുക്കറിയാം, ഏതൊരു മനുഷ്യനും ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ അവൻ പാപത്തിലാണ് ജനിക്കുന്നത്, പാപത്തിലാണ് വളരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ക്രിസ്തുവിൽ അല്ലാത്ത അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. ക്രിസ്തുവിൽ അല്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു മനുഷ്യന്റെ 2-3 പ്രത്യേകതകൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് പോകാം. ഒന്നാമത്തെ പ്രത്യേകത, അവൻ ദൈവത്തിൽ നിന്ന് അകന്നവൻ ആയിരിക്കും. ഇവിടെ തന്നെ 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു, ക്രിസ്തുവിലുള്ളവൻ ദൈവത്തോട് നിരപ്പ് ലഭിച്ച അവസ്ഥയിലായിരിക്കും. ക്രിസ്തുവിലുള്ളവൻ ദൈവത്തോട് നിരപ്പ് ലഭിച്ച അവസ്ഥയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ അല്ലാത്തവന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? ദൈവത്തോട് നിരപ്പില്ലാത്ത അവസ്ഥയിലായിരിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തോട് കൂട്ടായ്മ ബന്ധം സ്ഥാപിക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥയിലായിരിക്കും. 18-ാമത്തെ വാക്യത്തിൽ നാം അതാണല്ലോ കണ്ടത്. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ചു. അപ്പോൾ ക്രിസ്തുവിലായാൽ ദൈവത്തോട് കൂട്ടായ്മ ബന്ധമുള്ള അനുഭവമാണെങ്കിൽ, ക്രിസ്തുവിൽ അല്ലാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ
ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥ, ദൈവവുമായിട്ട് അകന്ന അവസ്ഥ, ദൈവവുമായിട്ട് കൂട്ടായ്മ ബന്ധം ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആത്മീകമായിട്ട് മരിച്ച അവസ്ഥയിലാണ്. ഇതിനോട് ബന്ധത്തിൽ 1-2 വാക്യം കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പോകാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 12 and 13. അവിടെ ക്രിസ്തുവിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 12 and 13. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ. അപ്പോൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരുടെ അവസ്ഥയാണ് പിന്നീട് തുടർന്ന് പറയുന്നത്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും. ഇനി ക്രിസ്തു ഇല്ലാത്തവരുടെ പ്രത്യേകതകൾ നോക്കണം. പ്രത്യാശയില്ലാത്തവർ, ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ ലോകത്തിൽ ദൈവമില്ലാത്ത അവസ്ഥ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ക്രിസ്തുവിൽ അല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. തുടർന്ന് നാം അതിന്റെ അടുത്ത വാക്യത്തിൽ നാം കാണുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നത്: മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അപ്പോൾ ക്രിസ്തുവിൽ അല്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൂരസ്ഥരായിരുന്നു. എവിടെ നിന്ന് ദൂരസ്ഥരായിരുന്നു? ദൈവത്തിൽ നിന്ന് ദൂരെയായിരുന്നു. ദൈവത്തിന്റെ അടുത്ത് വരുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ ക്രിസ്തുയേശുവിൽ എന്താണ് സംഭവിച്ചത്? ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥമായി തീർന്നു. അപ്പോൾ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അടുത്ത് വരുവാൻ സാധിക്കുമെങ്കിൽ, ക്രിസ്തു ഇല്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ അത് ദൈവത്തിൽ നിന്ന് അകന്ന അവസ്ഥ, അല്ലെങ്കിൽ ദൈവവുമായിട്ട് നിരപ്പില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ പറഞ്ഞാൽ ആത്മീകമായിട്ട് മരിച്ച അവസ്ഥയിൽ ആണ്. അതിനെ ആദാമിന്റെ വഴി എന്നുള്ള നിലയിൽ നാം കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. ആ ഭാഗത്തേക്ക് വീണ്ടും പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തു ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപമാണ് അവിടെ വാഴുന്നത്. പാപം വാഴുന്ന നിമിത്തം അവന്റെ ജീവിതത്തിൽ മരണമാണ് ഉള്ളത്. അത് നിമിത്തം നിത്യശിക്ഷാവിധിയാണ് അവന് കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ നീതീകരണവും കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവവുമായിട്ടുള്ള ജീവനും അത് നിമിത്തം നിത്യജീവനുമാണ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തു ഇല്ലാത്ത അവസ്ഥയിലെ ഒരു വാക്യം കൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. കൊലോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 13. ക്രിസ്തു ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഏതവസ്ഥയാണ് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്. കൊലോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ ക്രിസ്തു ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ക്രിസ്തു ഇല്ലാത്ത അവസ്ഥ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അപ്പോൾ ക്രിസ്തു ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഇരുട്ടിന്റെ അല്ലെങ്കിൽ പാപത്തിന്റെ ചിത്രമായിട്ട് കാണിക്കുന്നതാണ് ഇരുട്ടിന്റെ അനുഭവം. പിശാചിന്റെ അധികാരത്തെയാണ് ഇരുട്ടിന്റെ അനുഭവം കാണിക്കുന്നത്. അങ്ങനെ ക്രിസ്തു ഇല്ലാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഇരുട്ടിന്റെ അധികാരത്തിൽ ആയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നാം ചിന്തിക്കുകയായിരുന്നു, ഏത് മനുഷ്യനും ആയിരിക്കുവാൻ കഴിയുന്ന 2 സാഹചര്യങ്ങൾ. ഒന്നെങ്കിൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിലായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ അല്ലാത്ത അവസ്ഥയിൽ ആയിരിക്കാം. ആദ്യം തന്നെ നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്, ആം ഐ ഇൻ ക്രൈസ്റ്റ്? ഞാൻ ക്രിസ്തുവിൽ ആയിരിക്കുന്നുവോ, അതോ ഞാൻ ക്രിസ്തു ഇല്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നോ എന്ന് നമുക്ക് തന്നെ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. നാം ക്രിസ്തുവിൽ അല്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിന്റെ അടുത്ത് വരുവാനായിട്ട് നമുക്ക് ക്രിസ്തു ഇല്ലാത്ത അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ സാധിക്കുകയില്ല. നാം ഇരുട്ടിന്റെ അധികാരത്തിലായിരിക്കുന്നു. അത് നിമിത്തം നമുക്ക് ലഭിക്കുവാനുള്ളത് മരണവും നിത്യമരണവുമാണ്. ക്രിസ്തുവിൽ അല്ലാത്ത ഒരു മനുഷ്യന് മരണത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ ഉള്ള മനുഷ്യനുള്ള പ്രത്യേകത എന്താണെന്നുള്ളത് 2-3 കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ
അവനുള്ള പ്രത്യേകതകൾ എന്താണ്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ ഒന്നാമത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവൻ പുതിയ സൃഷ്ടി ആകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ അല്ലാതെ ജനിക്കുന്ന മനുഷ്യർ, വളരുന്ന മനുഷ്യർ, ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിൽ ആകുവാനുള്ള ഒരു അവസരമുണ്ട്. അതിനെപ്പറ്റി നാം ചിന്തിക്കുകയുണ്ടായി. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ വിശ്വസിക്കുന്നതിലൂടെ എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത് എന്ന് വിശ്വസിക്കുമ്പോൾ എന്റെ പാപം യേശുക്രിസ്തു ഏറ്റെടുക്കുകയും യേശുക്രിസ്തുവിന്റെ നീതി എന്റെ മേൽ വരികയും ചെയ്യുമ്പോഴാണ് നാം ക്രിസ്തുവിലാകുന്നത്. അല്ലെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ ആയിത്തീരുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ ഇവിടെ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, ആ പഴയത് ഒന്ന് മോടി പിടിപ്പിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, പിന്നെ ഒരു പുതിയ സൃഷ്ടി. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം എങ്ങനെയാണോ മനുഷ്യനെ സൃഷ്ടിച്ചത് അതുപോലെ ക്രിസ്തുവിലാകുന്ന ഒരു മനുഷ്യനെ ഒരു പുതിയ സൃഷ്ടി ആക്കുന്നു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് വരുന്ന ആശയം ദൈവത്തിന്റെ സ്വരൂപമായ വിശുദ്ധി. ദൈവത്തിന്റെ വിശുദ്ധിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ദൈവം മനുഷ്യന് ആത്മാവ് നൽകിയപ്പോൾ വിശുദ്ധമായിട്ടൊരു ആത്മാവാണ് ദൈവം മനുഷ്യന് നൽകിയത്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ആത്മാവ് നൽകിയത്? ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിനാണ് ദൈവം മനുഷ്യന് വിശുദ്ധമായിട്ടുള്ള ഒരു ആത്മാവ് നൽകിയത്. എന്നാൽ നമുക്കറിയാം, പാപം നിമിത്തം ദൈവ തേജസ് ഇല്ലാത്തവരായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആ വിശുദ്ധിയിൽ അവിടെ കോട്ടം സംഭവിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ പുതിയ ക്രിസ്തുവിലാകുമ്പോൾ അവന് ലഭിക്കുന്നത് ആ ജീവൻ വീണ്ടും ലഭിക്കുകയാണ്. പുതിയൊരു സൃഷ്ടിയായി വിശുദ്ധിയോടെ ദൈവത്തോടുള്ള കൂട്ടായ്മ തിരിച്ചു നൽകുന്ന ഒരു അവസ്ഥയിലാണ് ആയിത്തീരുന്നത്. അപ്പോൾ സൃഷ്ടിയിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ ഒരു കാര്യമാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അത് പഴയതിനെ മോടി പിടിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അവന്റെ ആത്മാവിൽ ഒരു പുതിയ ജനനമാണ് നടക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നിക്കോദീമോസിനോട് പറഞ്ഞത് നമുക്കറിയാം, ഒരുവൻ വീണ്ടും ജനിക്കുക, ഒരു പുതിയ സൃഷ്ടിയുടെ ഉണ്ടാകുന്നതാണ് അവിടുത്തെ അവസ്ഥ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ആത്മാവ് ഒരു പുതിയ സൃഷ്ടിയായി ദൈവവുമായിട്ട് വീണ്ടും ബന്ധപ്പെടുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ നമുക്കറിയാം, നാം ആയിരിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിലും നമ്മുടെ ആത്മാവ് ഈ പാപത്തിന്റെ നിയന്ത്രണമുള്ള ശരീരത്തിലാണ് ആയിരിക്കുന്നത്. അപ്പോഴും പാപത്തിന് ഒരുപക്ഷെ പാപവും ആത്മാവും തമ്മിലുള്ള വലിയൊരു ഫൈറ്റ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പുതിയ മനുഷ്യനെ പറ്റി പറയുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. പുതിയ സൃഷ്ടി, ക്രിസ്തുവിലാകുന്ന ഒരു മനുഷ്യൻ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം, എഫേഷ്യൻസ് ചാപ്റ്റർ 4, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 24. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ദൈവാനുരൂപമായി നവീകരിക്കപ്പെട്ടതല്ല, മറിച്ച് സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അപ്പോൾ ഒരു പുതിയ മനുഷ്യന്റെ സൃഷ്ടിയാണ് വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. കൊലോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 9 and 10, അതിന്റെ 9-ന്റെ 2-ാം പാർട്ട് മുതൽ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്. കൊലോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 9 and 10. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞ്
തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതിയ മനുഷ്യനെ അവിടെ ധരിക്കുന്ന ഒരു അവസ്ഥ. പഴയ മനുഷ്യൻ നമുക്കറിയാം, പഴയ മനുഷ്യന്റെ മരണവും പുതിയ മനുഷ്യന്റെ ജനനവുമാണ് രക്ഷയുടെ അനുഭവത്തിൽ സംഭവിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവന്റെ പഴയ മനുഷ്യൻ മരിക്കുകയും പുതിയ മനുഷ്യൻ ജീവിക്കുകയും ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ കടന്നു വരികയുമാണ്. അപ്പോൾ നാം ചിന്തിക്കുകയായിരുന്നു, ക്രിസ്തുവിലായാലുള്ള ഒന്നാമത്തെ പ്രത്യേകത അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ സൃഷ്ടി ആയിത്തീരുന്നു. രണ്ടാമത്തെ പ്രത്യേകത നാം നേരത്തെ ചിന്തിച്ചതാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ ആ മനുഷ്യൻ ദൈവത്തോട് നിരപ്പിക്കപ്പെട്ടവനാണ്, ദൈവത്തോട് അടുത്തവനായി തീരുകയാണ്, ദൈവത്തോട് കൂട്ടായ്മ ബന്ധം അനുഭവിക്കുവാൻ കഴിയുന്നവനാണ്. അതാണ് നാം തൊട്ട് അടുത്ത വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം അതാണ് വായിച്ചത്. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ചു. ക്രിസ്തുവിലായാൽ ആ മനുഷ്യൻ ദൈവത്തോട് നിരന്ന അവസ്ഥയിലായിരിക്കും. ക്രിസ്തുവിൽ അല്ലാത്തൊരു മനുഷ്യന്റെ അവസ്ഥ നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തോട് അടുത്ത് വരുവാൻ സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിലാകുന്ന ഒരു മനുഷ്യന്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യന് ദൈവത്തോട് നിരപ്പ് ലഭിക്കുന്ന ഒരവസ്ഥ, ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം വീണ്ടും അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ ആയിരിക്കും. നാം ഒന്നാമതായിട്ട് ചിന്തിച്ചു, ക്രിസ്തുവിലുള്ള മനുഷ്യൻ അതൊരു പുതിയ സൃഷ്ടിയാണ്. രണ്ടാമതായിട്ട് നാം ചിന്തിക്കുകയായിരുന്നു, ക്രിസ്തുവിലുള്ള മനുഷ്യൻ അവനൊരു പുതിയ ബന്ധം ലഭിക്കുന്നു. ഇതുവരെ അവന് സാധ്യമല്ലാതിരുന്ന ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ് ക്രിസ്തുവിലൂടെ ലഭിക്കുന്നത്. മൂന്നാമത്തെ ആശയത്തിലേക്ക് കടന്നു വരട്ടെ. ക്രിസ്തുവിലുള്ള മനുഷ്യൻ അവൻ പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമാണ്, അല്ലെങ്കിൽ പുതിയൊരു വാസം അവന്റെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ തന്നെ നാം അത് കാണുന്നുണ്ട്. 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്ന ദൈവം തന്നെ. ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുമ്പോൾ അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുവാനായിട്ട് ആരംഭിക്കുന്നു. ക്രിസ്തുവിൽ അല്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് അവന്റെ ജീവിതത്തിൽ, അവന്റെ ശരീരത്തിൽ വസിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിൽ ആകുന്ന ഒരു മനുഷ്യൻ, പുതിയ സൃഷ്ടിയാകുന്ന മനുഷ്യൻ, പുതിയ ബന്ധത്തിലേക്ക് വരുന്ന മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ വാസം വരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ വാസമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 5-ാം വാക്യം നാം വായിച്ചു. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. 1 Corinthians chapter 6 verse 19, 1 കൊരിന്ത്യർ 6:19. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോൾ നിങ്ങളുടെ ശരീരം എപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായത്? നാം രക്ഷിക്കപ്പെടുമ്പോൾ. ക്രിസ്തുവിലായാൽ നിങ്ങളുടെ ശരീരത്തിൽ പുതിയൊരു വാസം ആരംഭിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിന്റെ വാസമാണ്. ക്രിസ്തുവിലായാൽ നാം പുതിയ സൃഷ്ടി, ക്രിസ്തുവിലായാൽ നാം പുതിയ ബന്ധം, ക്രിസ്തുവിലായാൽ നമുക്കൊരു പുതിയ വാസം ലഭിക്കുന്നു. ഒടുവിലായിട്ട് ക്രിസ്തുവിലുള്ള മനുഷ്യന് ഒരു പുതിയ പ്രത്യാശയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു പുതിയ പ്രത്യാശ, അവൻ നിത്യജീവന്റെ അവകാശിയായി തീരുകയാണ്. ക്രിസ്തുവില്ലാത്ത മനുഷ്യന് യാതൊരു പ്രത്യാശയും ഇല്ലാതിരിക്കുമ്പോൾ, അവന്റെ മരണത്തിന് ശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിന് അവൻ ഉത്തരമില്ലാതിരിക്കുമ്പോൾ, ക്രിസ്തുവിലായ ഒരു മനുഷ്യന് അവനൊരു പുതിയ പ്രത്യാശ ലഭിക്കുകയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അതുകൊണ്ട് ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞെരങ്ങിക്കൊണ്ട് നഗ്നരായി ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞ് തുടർന്ന് അവിടെ ആ പ്രത്യാശയുടെ കാര്യം പറയുകയാണ്. 5-ന്റെ 8-ാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. 5-ന്റെ 8-ൽ നാം ഇങ്ങനെ കാണുന്നു, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ക്രിസ്തുവിലായ
മനുഷ്യന് ഒരു പുതിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, ശരീരം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടാലും ആത്മാവ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. ക്രിസ്തുവിലില്ലാത്ത മനുഷ്യന് യാതൊരു പ്രത്യാശയുമില്ല. ക്രിസ്തുവിലുള്ള മനുഷ്യന് ഉറപ്പായിട്ടും പറയുവാനായിട്ട് സാധിക്കും, മരണശേഷം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. ക്രിസ്തുവിലുള്ള മനുഷ്യന്റെ അനുഗ്രഹങ്ങൾ നാം ചിന്തിക്കുകയായിരുന്നു. ഒന്ന്, അതൊരു പുതിയ സൃഷ്ടിയാകുന്നു. രണ്ട്, ഒരു പുതിയ ബന്ധം അവിടെ വരുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധം. ദൈവത്തിൽ നിന്ന് അകന്നവർ ദൈവത്തോട് അടുക്കുവാനുള്ള ബന്ധം. മൂന്ന്, പുതിയൊരു വാസം അവിടെ ആരംഭിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വാസം ഒരു മനുഷ്യനിൽ ആരംഭിക്കുന്നു. നാലാമത്, ഒരു പുതിയ പ്രത്യാശ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യന് ലഭിക്കുന്നു. ക്രിസ്തുവിലായത് നമ്മുടെ എത്രയോ വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാം. ക്രിസ്തുവിലല്ലാത്ത ഒരു മനുഷ്യന് ഇതൊന്നും അവകാശപ്പെടുവാൻ സാധിക്കില്ല. നാം എത്രയോ ഭാഗ്യകരമായ അവസ്ഥയിലായിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവന് നാം വാഴ്ത്തപ്പെടുവാൻ